ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വളരെയധികം വിശ്വാസത്തോടും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ യേശു ക്രിസ്തുവിൻ്റെ ജനന തിരുനാളിനായി നാം ഒരുങ്ങുകയാണല്ലോ. മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച വചനമാണ് ഈശോ. അതിനാൽ ഈശോയുടെ ജനന തിരുനാളിനായി ഒരുങ്ങുമ്പോൾ ഈ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് വളരെ നല്ല ഒരു ഒരുക്കമാണ്. വചനങ്ങളിൽ ഈശോയെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. വചനങ്ങളിൽ ഈശോ നമ്മോട് സംസാരിക്കും. അതിനാൽ ഈ വർഷത്തെ ക്രിസ്മസിന് ഒരുക്കമായി 25 ദിവസം ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്മസ് ധ്യാന ചിന്തകൾ 1-ാം ദിവസം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ദൈവം നമ്മോട് കൂടെ ഉണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വചനത്തിൽ നാം വായിക്കുന്നു, കന്യകാ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇമ്മാനുവേൽ എന്നാൽ ദൈവം നമ്മോട് കൂടെ. ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: ദൈവം നമ്മുടെ കൂടെയാണ്. വെറും 33 വർഷം ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയല്ല ഈശോ ഈ ലോകത്തിൽ അവതരിച്ചത്, മറിച്ച് ലോകാവസാനത്തോളം ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, ഇതാ ലോകാവസാനത്തോളം എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ആ ഈശോ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യരോടൊപ്പമായിരുന്ന ഈശോ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്, ഒരു വ്യത്യാസവുമില്ലാതെ. ഹെബ്രായർക്കുള്ള ലേഖനം 13-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ ഈശോയെ കുറിച്ച് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, ഇന്നലെയും ഇന്നും എന്നും യേശു ക്രിസ്തു ഒരേ ആൾ തന്നെയാണ്. ഈ ഈശോ സ്നേഹത്തിൻ്റെ സാന്നിധ്യമായി, ശക്തിയുടെ സാന്നിധ്യമായി നമ്മോടൊപ്പമുണ്ട്. ഈശോയെ നമുക്ക് തിരിച്ചറിയാം. ആ ഈശോയുടെ കൂടെയായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം.